ചേച്ചിക്കുട്ടി, ആദർശമായിട്ടും വിസ്മയ ചേച്ചി കല്യാണം കഴിക്കാൻ പോവാൻ തോന്നുന്നു. അത് നീ അറിഞ്ഞില്ലായിരുന്നോ? അവരുടെ ആലോചന മുറുകാൻ തുടങ്ങിയപ്പോ മുതലേ എനിക്ക് വഴക്ക് കിട്ടാൻ തുടങ്ങിയതാ. അതെങ്ങനെയാ? അച്ഛൻ പറഞ്ഞ ആളെ വളയ്ക്കാതെ സ്വന്തം നിലയിലെ കാര്യങ്ങൾ നോക്കിയാ അച്ഛൻ പിന്നെ എന്ത് ചെയ്യും? അതെ, വീട്ടിലിനി കുറച്ചു ദിവസം നല്ല സംഘർഷാവസ്ഥയായിരിക്കും. അച്ഛൻ നല്ല ടെൻഷനിലാ. മുന്നിൽ നിന്ന് ചെന്ന് ചാടിക്കൊടുക്കാതെ മാക്സിമം സൂക്ഷിച്ചു നടന്നു. പാവം അച്ഛൻ. ദേഷ്യം മുഴുവൻ തീർക്കുന്നത് അമ്മയോടാ. അമ്മ എങ്ങനെ ഇതെല്ലാം കൂടി സഹിക്കുന്നേ എന്തോ. അമ്മയ്ക്കതൊക്കെ ശീലായി. എന്നാലും കഷ്ടമാണ് ചേച്ചി. ആദർശേട്ടന്റെ വിവാഹം നടന്നു കിട്ടിയ സമാധാനായനെ. ആ, പിന്നെ ചേച്ചിക്കുട്ടിയോട് കല്യാണത്തിന്റെ കാര്യം പറയില്ല അല്ലേ? അതെ. അതെ അതെന്ന് പറഞ്ഞോണ്ടിരിക്കാതെ അർജുനേട്ടനോട് പറയാനുള്ളത് പറഞ്ഞോ? ഇല്ല. അതെന്താ പറയാത്തെ? നിനക്കെന്നും ഇത് മാത്രമേ ചോദിക്കാനുള്ളോ? എനിക്ക് അറിയേണ്ട കാര്യമല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. ആദ്യം ആദർശേട്ടൻ കല്യാണം കഴിച്ചു പോട്ടെ, അപ്പൊ അച്ഛനൊന്ന് തണുക്കും. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എല്ലാരോടും പറയാം. ഇതിങ്ങനെ പറയാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന് പറയാ സമയമാകുമ്പോ ഏതെങ്കിലും എടുത്തൊന്ന് കൊത്തിക്കൊണ്ടുപോയാലോ? പോയാലങ്ങ് പോട്ടെ. അങ്ങനെ പോകുന്നവരെ എനിക്കെന്തിനാ? അയാൾക്ക് അറിയില്ലല്ലോ ഈ മിണ്ടാപ്പൂച്ചയുടെ മനസ്സിൽ അയാളുണ്ടെന്ന്. അറിയണ്ട. അയാൾ അറിയാതെ പോയ ഒരു വിഷമവും ഇല്ല. അതെന്താ ഒന്നും പറയാത്തെ? അങ്ങനെ പോവോ? പറയാത്ത പ്രണയം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം ഉള്ളത്? അത് വെറുതെ മനസ്സിലെന്നും വേദന മിങ്ങലുമായി നിൽക്കുകയുള്ളൂ. ചേച്ചി ധൈര്യമായിട്ട് പറ. ചിലപ്പോ ഇയാൾക്ക് ചേച്ചി ഇഷ്ടമായിരിക്കും. ഞാൻ പറയില്ല ശിവാനി. എന്തിനീ ഈഗോ? ഇത് ഈഗോ ഒന്നുമല്ല. ഇത് ഈഗോ തന്നെയാ. അങ്ങോട്ട് പോയി പറയില്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയണം എന്നുള്ള പെൺകുട്ടികളുടെ പഴയ ഈഗോ. ചേച്ചി ജനറേഷൻ മാറി ജനിച്ചതുകൊണ്ടാ ഇപ്പൊ കൂടുതലും ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത് പെൺകുട്ടികളാ. നീ എത്ര എണ്ണം പ്രപ്പോസ് ചെയ്തു? ഞാനോ? ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ നിനക്കാണോ കിട്ടിയത്? അത് സ്വാഭാവികം. എന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാതിരിക്കോ? ഇതുവരെ എത്ര എണ്ണം കിട്ടി? അയ്യേ, 2 പേരാണോ ഇതുവരെ പ്രപ്പോസ് ചെയ്തത്? അല്ല, ദിവസം അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും വെച്ച് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഓ പിന്നെ മലയാളികൾക്ക് ഇത്ര ദാരിദ്ര്യം? ചേച്ചി ഒന്ന് മായത്തി തള്ളടി. ഇതെന്തൊരു നുണയത്? ദിവസവും 2 പ്രപ്പോസൽ. നാട്ടിലെ ആണുങ്ങളെല്ലാം നിന്റെ പുറകെ നടക്കല്ലേ? എന്നിട്ട് നീ എത്ര പേരോട് എസ് പറഞ്ഞു? ഞാൻ ആരോടും പറഞ്ഞില്ല. അതെന്താ? ഒരാളോട് പറഞ്ഞാ മറ്റൊരാൾ ശത്രുവാവും. അതുകൊണ്ട് ശത്രുക്കൾ വേണ്ട, മിത്രങ്ങൾ മാത്രം മതി നിങ്ങൾ വെച്ചു. എല്ലാവരും ഫ്രണ്ട്സ് ആക്കി. ഇപ്പൊ സ്വസ്ഥമാണ്. സത്യമാണോ ഇതൊക്കെ? സത്യം, ശരിക്കും സത്യം. പഠിത്തമൊന്നും ഉഴപ്പരുത്. ഞാനോ? നോ ചാൻസ്. ഒരു ഉഴപ്പുമില്ല. കണക്കിൽ ശകുന്തളാദേവി കഴിഞ്ഞ പിന്നെ ഞാനാണ് AI. AI? അതെ, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതാണ് ഈ തലയ്ക്കകത്ത്. മതി, നിന്റെ തള്ളു കേട്ടോണ്ടിരിക്കാൻ എനിക്ക് വയ്യ. പോയിരുന്ന് പഠിക്ക്. ഓക്കെ, അപ്പൊ പിന്നെ വാണിംഗ് മറന്നുകൊണ്ടാ. അച്ഛൻ കലിപ്പിലാണ്, സൂക്ഷിച്ചോണം. ഓക്കെ.